വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി റൈസിൻ്റെ റെസിപ്പിയാണിത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനും പറ്റിയ നല്ലൊരു റൈസാണിത്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് റൈത്തയുടെ ആവശ്യമോ സൈഡ് ഡിഷിൻ്റെ ആവശ്യമോ ഒന്നും തന്നെയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ കൂടുതൽ ചേർത്തുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ 1 കപ്പോളം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ചേർക്കുക. ഇത് ചെറിയ സ്പൂണാണ്. കൂടെ തന്നെ ഒരല്പം കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കുക. ഇനി ഗരം മസാലയാണ്. വീട്ടിലെ പൊടിച്ച പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം ഇത്രയും ചേർത്ത് പൊടിച്ചതാണ്. ഇതുപോലെ പൊടിച്ചെടുക്കാനായിട്ട് നോക്കുക. റെഡിമെയ്ഡ് പൗഡർ യൂസ് ചെയ്യാതിരിക്കുക. അതിൽ വേറെ സ്പൈസസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാവാം. ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15-20 മിനിറ്റ് നേരത്തേനെങ്കിലും മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം. ഇല്ലെങ്കിൽ കുറഞ്ഞ ഒരു 10 മിനിറ്റ് നേരത്തേനെങ്കിലും വെക്കാനായിട്ട് നോക്കണം. വെജിറ്റബിൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് മിക്സ് ചെയ്താൽ വെച്ചാൽ മതിയാകും. അപ്പോൾ ടൈം ശരിയാകും. ഇനി ഇതാ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ് ഇഞ്ചി ചേർക്കുക. പച്ചമുളകാണ് ചേർത്തത്. 2 പച്ചമുളക് കനം കുറച്ച് നീളത്തിലരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. തീ അല്പം കൂടുതലായിട്ട് വെച്ചുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മൂത്ത് കിട്ടണം. ഇല്ലെങ്കിൽ ഇഞ്ചിയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് കടിക്കും. അപ്പോൾ ഇഞ്ചി ഒന്ന് മൂത്ത് വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇഞ്ചിക്ക് കുറച്ച് സെക്കൻഡുകൾ മാത്രം മതിയാകും. ഇനി ഇതാ ചിക്കൻ ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കൻ്റെ ആ പച്ച മാംസത്തിൻ്റെ കളർ മാറിയിട്ട് ഒന്ന് വെള്ളയാകാൻ തുടങ്ങുന്ന കണ്ടില്ലേ? അപ്പോൾ അതുപോലെ ഒന്ന് മാറിയാൽ മതി. എല്ലാ ഭാഗത്തും ഒരുപോലെ ആകണം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. പെട്ടെന്നായിക്കോളും. ചെറിയ കഷ്ണങ്ങളല്ലേ. ഇതായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുണ്ട്. അതോടെ ചേർക്കുക. 1/2-3 കപ്പ് ക്യാരറ്റ് ചേർക്കുക. 1/4 കപ്പ് ബീൻസ് ചേർക്കുക. ഒരല്പം പട്ടാണി കൂടെ ചേർത്തിട്ടുണ്ട്, പച്ചപ്പട്ടാണി. ഈ വെജിറ്റബിളിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. പച്ചപ്പട്ടാണി ഇതിൽ ചേർക്കണമെന്ന് നിർബന്ധം ഒട്ടുമില്ല. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ചേർത്തിരിക്കണം. ചില സീസൺ സമയത്തൊക്കെ പച്ചപ്പട്ടാണി സുലഭമായിട്ട് കിട്ടാറുള്ളൂ. നീ പട്ടാണി ഇല്ലയെന്ന് വിചാരിച്ച് ഉണ്ടാക്കാതിരിക്കേണ്ട. ഫ്രോസൺ പട്ടാണി കിട്ടും, അതായാലും മതി. അതിപ്പോൾ എല്ലായിടത്തും കാണത്തില്ലല്ലോ. ഇനി വെജിറ്റബിളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിനോടൊപ്പം തന്നെ കുറച്ചേറെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയോടെ ചേർക്കണേ. നല്ലൊരു സ്മെല്ലാണ് കറിവേപ്പിലയോടെ ചേർക്കുമ്പോൾ ഈ ഒരു റൈസിന്. പച്ചക്കറി ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണമെന്നില്ല. നിങ്ങൾ ഫ്രൈഡ് റൈസിനൊക്കെ എത്രയാണ് വഴറ്റിയെടുക്കുന്നത്, അതായത് കുറച്ച് ക്രഞ്ചി ആയിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടവർക്ക് അതുവരെ വഴറ്റാം. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പോളം കാബേജ് ചേർക്കുക. ഇനി ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചേർക്കുക. എനിക്കിവിടെ റെഡാണ് ഇപ്പോൾ കിട്ടിയത്. ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റ് പച്ച ചേർക്കുമ്പോഴാണ്. കൂടെ തന്നെ ഗരം മസാല പൊടി ആദ്യം ചിക്കൻ്റെ കൂടെ ചേർത്തില്ലേ, ആ ഒരു പൊടിയുടെ ഒരല്പം കൂടി ചേർത്തിട്ടുണ്ട്. റൈസ് കുറച്ച് കളർഫുള്ളായിരിക്കാൻ വേണ്ടി യെല്ലോ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം ഒക്കെ ഒരല്പം ചേർക്കാവുന്നതാണ്. ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ടത് പച്ച കളറിലെ ക്യാപ്സിക്കമാണ്. അത് ചേർക്കുമ്പോൾ ഈ റൈസിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കൊടുക്കും. കാബേജ്, ക്യാപ്സിക്കം ഒക്കെ ഒന്ന് ക്രഞ്ചി പരുവത്തിൽ വഴറ്റിയെടുത്താൽ മതി. ഒത്തിരി ഒന്നും വഴന്ന് വരണ്ട. ഇതായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗം ഇതുപോലെ ഒന്ന് വകഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇനി സോസ് ഒഴിക്കണം. ഞാനിവിടെ സോയാ സോസ് മാത്രമാണ് ഒഴിക്കുന്നത്. 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുക. ഇപ്പോൾ ഇത് മിക്സ് ചെയ്യരുത്. ഒഴിച്ചതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ലവണ്ണം ആ സോയാ സോസ് ഒന്ന് തിളച്ച് വരട്ടെ. ഒരു 1/2 സ്പൂണോളം ഒന്ന് വറ്റുമായിരിക്കും, കുഴപ്പമില്ല. ഇതിപ്പം കൂട്ടി ഇളക്കണ്ട. ഇനി ഇതിലോട്ട് റൈസ് ചേർക്കുക. ബസ്മതി റൈസ് പാകത്തിന് വെന്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതായിരിക്കണം. റൈസ് ഉപ്പും നാരങ്ങ നീരും ചേർത്ത് വേവിച്ചെടുത്താണ്. നാരങ്ങ നീര് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല.
ഒരല്പം മല്ലിയില ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ എരിവിന് പാകത്തിന് കുരുമുളക് പൊടി ചേർക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ അളവിന് ചോറൊരു 3-4 കപ്പ് ചേർക്കാം. ചോറിന് ചൂടുണ്ടെങ്കിൽ ഈ ഇളക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോകും. ചോറ് വെന്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ചേർത്താലും കുഴപ്പമൊന്നും തന്നെയില്ല. ഇവിടെ ഫ്ലേവർ നല്ലവണ്ണം ചോറ് പിടിക്കണം. അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെന്ത് പോയ ചോറോ അല്ലെങ്കിൽ ചൂടുള്ള ചോറോ ആണെങ്കിൽ ഈ സമയം കൊണ്ട് ഉടഞ്ഞു പോകും. മിക്സ് ചെയ്യുന്ന സമയത്ത് ചോറ് നല്ലവണ്ണം ചൂടാകും. ഇതായിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷനൊന്നും ടിക്കാക്കിടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.